ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയാണ് സുകന്യെ ആഹാരം കഴിക്കാൻ വിളിക്കാനായിട്ട് റൂമിൽ ചെന്ന് വിളിക്കൂട്ടോ. അപ്പോൾ സുകന്യ ചോദിക്കും, എന്തിനാ മിത്ര ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. ചേച്ചി, അവിടെ എല്ലാവരും ആഹാരം കഴിക്കുക, ചേച്ചിയെ വിളിച്ചിട്ടും വരാത്തത് കൊണ്ട് അപ്പച്ചി എന്നെ ഒന്നുകൂടി വിളിക്കാനായിട്ട് വിട്ടതാ എന്ന് മിത്ര പറയൂട്ടോ. ഞാൻ വന്നോളാം. അല്ല, ചേച്ചിക്ക് എന്ത് പറ്റി, എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമോ. എനിക്കെന്ത് സങ്കടം എന്നപ്പം സുകന്യ ഇങ്ങനെ പറയൂട്ടോ. അപ്പം എല്ലാവരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ബാലൻ ചോദിക്കും, അല്ല സുകന്യ, നീ മാത്രം എന്താ ആഹാരം കഴിക്കാൻ വരാതിരുന്നത്? ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയമായിരുന്നു, നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുക. എനിക്ക് വിശപ്പില്ലായിരുന്നു ബാലേട്ടാ, അതാ ഞാൻ പിന്നെ വരാതിരുന്നത്. അപ്പോൾ ഗോമതി പറയും, വിശപ്പില്ലേലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല. അതുമാത്രമല്ല, എല്ലാവരും ഈ കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്ന സമയം ഈ വൈകുന്നേരമാണ്. അപ്പം നീയും എന്തായാലും ഇവിടെ വരണം കേട്ടോ, ഇങ്ങനെ മാറി നിൽക്കരുത്. നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ, നമ്മളിനി ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിക്കേണ്ടവരാ. അപ്പം സുകന്യ മാത്രം ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് എന്ന് ഗോമതിയും പറയും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഗോമതി ചേച്ചി, എനിക്കിന്ന് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. വിശപ്പില്ലായ്കയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അപ്പം ഗോമതി ചോദിക്കും. അത് പിന്നെ എന്താണെങ്കിലും പറ, ഞങ്ങൾ ഇവിടെ പരിഹരിക്കാം അല്ലേ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കും. അതെ, സുകന്യക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ പറയാലോ എന്ന് അപ്പോൾ ബാലനും പറയണേ കേട്ടോ. അത് കേൾക്കുന്ന സുകന്യ പറയും, അതെ, ഈ ധർമ്മേട്ടന് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എൻ്റെ ഒരു ആഗ്രഹങ്ങളും നടത്തിയും തരുന്നില്ല എന്ന് പറയേ. അത് കേൾക്കുന്ന ധർമ്മൻ ഞെട്ടി നിൽക്കുക. നീ എന്തൊക്കെയാ സുകന്യ പറയുന്നേ? നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് നിനക്കെന്താ അങ്ങനെ ഇപ്പം തോന്നാൻ കാരണം എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മിത്രയും പറയും, സുകന്യ ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. കാരണം മാമൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനൊന്നും അല്ല, എല്ലാവരോടും നല്ല സ്നേഹവും ഉള്ള ആളാണ്. അപ്പം പിന്നെ സ്വന്തം ഭാര്യയായ സുകന്യ ചേച്ചിയോട് ഒരുപാട് സ്നേഹം ഉണ്ടാകും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ എന്ന് അന്നേരം നമ്മുടെ ധർമ്മനും പറയുകയാണേ. അല്ല സുകന്യ, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നിട്ടാണോ ധർമ്മേട്ടൻ എന്നെ ഒരിടത്തും കൊണ്ടുപോകാത്തത്? കേട്ടോ ചേച്ചി ബാലേട്ട, നിങ്ങൾ രണ്ടുപേരും കേൾക്കണം, എന്നെ ഇന്ന് വരെ ഈ ധർമ്മേട്ടൻ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. ഈ നാട്ടിൽ ഞാൻ പുതിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കല്യാണത്തിൻ്റെ അന്നാ ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ. എനിക്ക് ഇവിടെയുള്ള ഒന്നും പരിചയമില്ല. എന്നിട്ട് എന്നെ ധർമ്മേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടോ? നിന്നെ എവിടെ കൊണ്ടുപോയിട്ടില്ലെന്നാ സുകന്യ നീ പറയുന്നേ? നീ ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോയില്ലേ? ഇനി നിനക്ക് എവിടെ പോകണ്ടേ എന്ന് ചോദിക്കാം. അതുമാത്രമാണോ, ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇവിടെ ബീച്ചുണ്ട്, പാർക്കുണ്ട്, ഇവിടെ ഒന്നും എന്നെ ധർമ്മേട്ടൻ കൊണ്ടുപോയിട്ടില്ല. എനിക്കിതൊക്കെ നല്ല സങ്കടമാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് എനിക്ക് ബോറടിച്ചു എന്നൊക്കെ സുകന്യ പറയൂ കേട്ടോ. അപ്പം ഗോമതി പറയും, ധർമ്മ, സുകന്യ പറയുന്ന കേട്ടില്ലേ, അവൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നീ അവളെയൊക്കെ കൊണ്ടോ, അവളിവിടെ പുതിയതല്ലേ, അപ്പോൾ ഒരു പരിചയമൊക്കെ ആവട്ടെ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പം ധർമ്മം പറയും, ചേച്ചി എനിക്കിതിന് കടയിൽ പോകണ്ടേ? എടാ, കട എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? ഇതേ നിൻ്റെ ജീവിതമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുന്നതിന് ഇവിടെ ആരും എതിരല്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇവളെയും കൊണ്ട് നീ എവിടെയാണെന്ന് വെച്ചാൽ പോ. സുകന്യക്ക് എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോ അല്ലേ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കുക. അതെ, സുകന്യക്ക് ഇവിടെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധർമ്മൻ എന്തായാലും അവളെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ബാലന് പറയാം. അതിനു വേണ്ടി നീ കടയിൽ നിന്ന് കുറച്ച് സമയം ലീവ് എടുത്തോ, ഒരു പ്രശ്നമില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം എന്ന് ബാലനും പറയുകയാണ് കേട്ടോ. അപ്പം ആകാശാണെങ്കിൽ അന്തം വിട്ട് നിൽക്കാം. താൻ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ എപ്പോഴും വഴക്ക് പറയുന്ന അച്ഛൻ ഇപ്പം മാമനെ എങ്ങനെ വിടുന്നോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീനു ആകാശനെ തട്ടിയിട്ട് ചോദിക്കും എന്താന്ന്. അപ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ കാണിക്കുകയാണേ. അതുമാത്രമല്ല, ഇത്തവണ പോകുമ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്ന് സുകന്യ പറയാം. എല്ലാവർക്കും കൂടി പോകാനോ? അതേന്നേ, ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു രസമില്ല. പാർക്കിലൊക്കെ പോകുമ്പം എല്ലാവരും ഉണ്ടേലേ നല്ലൊരു രസമുള്ളൂ. നമുക്ക് അവിടെ ഇരുന്ന് ഗെയിംസൊക്കെ കളിക്കുകയും ചെയ്യാം. അപ്പം ഗോമതി ചോദിക്കും, ഞാൻ എന്തായാലും ഇല്ല, നിങ്ങളെല്ലാവരും കൂടി പോയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പം മീന് പറയും, അയ്യോ എനിക്ക് ജോലിക്ക് പോകണ്ടേ എന്ന് മീനും ചോദിക്കുകയാണേ. അപ്പം ബാലൻ പറയും, നിങ്ങളെല്ലാവരും സമയം മോളെ പൊക്കോ, ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് ബാലനും പറയണേ കേട്ടോ. അപ്പം പെട്ടെന്ന് മിത്ര ചോദിക്കും, അല്ല ഗെയിംസൊക്കെ കളിക്കാനായിട്ട് നമ്മളെന്തിനാ പാർക്ക് വരെ പോകുന്നത്? ഇവിടെ ഇപ്പം എല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് എന്ത് ഗെയിംസ് വേണേലും കളിക്കാമല്ലോ, അതാകുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാം എന്ന് മിത്ര പറയണേ കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമായിട്ട് കളിക്കാം. ഞാനും ദേവിയും ഒരു ടീം, മിത്രയും മീനാക്ഷിയും ഒരു ടീം എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കും മിത്രയ്ക്കും പെട്ടെന്ന് സങ്കടം വരിക. അപ്പോൾ ദേവി അന്തം വിട്ട് നിൽക്കുക. ഇത്രയും നാളും തന്നോട് ഒരു സ്നേഹവും കാണിക്കാത്ത സുകന്യ ചേച്ചി ഇപ്പം എന്നെ തന്നെ ഒരു ടീമിലാക്കുന്നേ എന്നൊക്കെ. അപ്പോൾ സുകന്യ മീനാക്ഷിയുടെ മിത്രയുടെ ആ പതർച്ച ശ്രദ്ധിക്കുകയാണ് കേട്ടോ.
അപ്പം സുകന്യക്കങ്ങ് സന്തോഷം വരിക. അപ്പം സുകന്യ മനസ്സ് ചിന്തിക്കും, ദേവീനെ എൻ്റെ കൂടെ ഞാൻ കൂട്ടുന്ന നീയൊക്കെ കാണുവടി, നീ ഞാൻ പറയുന്നതനുസരിച്ചായിരിക്കും ദേവി ഓരോന്നും പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ അവളെ മാറ്റിയെടുക്കാൻ എനിക്കറിയാം. നിൻ്റെയൊക്കെ കൂടെ ദേവി ഉള്ളതിൻ്റെ അഹങ്കാരമല്ലേ നിനക്ക്. അവളെപ്പോലെ ഒരു പണക്കാരി പെണ്ണിനെ നിൻ്റെയൊന്നും കൂടെ കൂട്ടാൻ നിനക്കൊന്നും യാതൊരു യോഗ്യതയില്ല എന്നൊക്കെ സുകന്യ മനസ്സിൽ പറയണം. നിങ്ങളും മൂന്നും തമ്മിലുള്ള ഈ സ്നേഹബന്ധം ഉണ്ടല്ലോ, ഇതാദ്യം ഞാൻ തകർക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയും ചെയ്യും. ഈ സുകന്യ പറയുന്ന അനുസരിച്ച് നീയൊക്കെ എൻ്റെ വാലട്ടി വരുന്നതും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പം പെട്ടെന്ന് ദേവി പറയും, അതെന്താ സുകന്യ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കാറ് എന്ന് പറയാം. അതിപ്പം ഒരു ഗെയിംസ് കളിക്കുമ്പം നമ്മളെങ്ങനെയാണ് ഒറ്റ ടീമിൽ എല്ലാവരും നിൽക്കാൻ പറ്റുക? രണ്ട് ടീമായിട്ട് തിരിച്ചാലല്ലേ അതിനൊരു ത്രില്ലുണ്ടാവുള്ളൂ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ എന്ന് സുകന്യ പറയാം. എന്നാലും അല്ല, ദേവിക്ക് എൻ്റെ കൂടെ കളിക്കുന്നതിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സുകന്യ ചോദിക്കുക. ഏയ്, എനിക്കെന്ത് താല്പര്യക്കുറവ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമിൽ മത്സരിക്കാം. മീനാക്ഷി മിത്രയും നമുക്കെതിരായിട്ട് മത്സരിക്കട്ടെ, അങ്ങനെയല്ലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് സുകന്യ പെട്ടെന്ന് ദേവിയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ദേവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് മീനാക്ഷി ആണെങ്കിൽ ദേവിനെ കണ്ണടച്ച് കാണിക്കും, സുകന്യയുടെ കൂടെ നിൽക്കുക, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പം ദേവിക്ക് സമാധാനം ആവുകയാണ് കേട്ടോ. പക്ഷെ മിത്രയ്ക്ക് ഇതൊക്കെ ആകെ സംശയം തോന്നുക. ഇവരിത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണല്ലോ എന്ന് നമ്മുടെ മിത്ര മനസ്സിൽ പറയുകയാണ് കേട്ടോ. ദേവിയെടുത്തെ കൂടെ നിർത്തി ഞങ്ങളെ രണ്ടുപേരെ മാറ്റി നമ്മളെ 3 പേരെയും കൂടി തമ്മിലടുപ്പിക്കാനുള്ള പ്ലാനാണ് ഇവരിവിടെ നടത്തുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കില്ല. എല്ലായിടത്തും തനിയെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് സുകന്യ ചേച്ചി. അങ്ങനെയുള്ള ആൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്തോ ഉണ്ട് എന്നൊക്കെ നമ്മുടെ മിത്ര മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ സുകന്യ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം സുകന്യയുടെ ശ്രദ്ധ വേറൊന്നുമല്ല, എങ്ങനെയും ദേവീനെ തൻ്റെ പാട്ടിലാക്കി എടുക്കണം. എന്നിട്ട് ദേവിയിലൂടെ വേണം ഉദയഭാനു സാറുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ. ആദ്യം ദേവിയുടെ വീട്ടിലൊന്ന് പോകണം, അവരുടെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് എൻ്റെ സിംഗപ്പൂർ ട്രിപ്പ് യാഥാർത്ഥ്യമാക്കണം, പറ്റുമെങ്കിൽ സിംഗപ്പൂരിൽ ചെന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണെ. അതിനാദ്യം ദേവി എൻ്റെ കൂടെ നിർത്തണം. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ദേവിയെ മാറ്റിയെടുക്കണം എന്നൊക്കെ സുകന്യയും ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ബാലനും ഗോമതിയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോമതിക്കും ആകെ സങ്കടം വരെ. അവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാണാനാണ് ഗോമതിക്കും ആഗ്രഹം. പക്ഷേ സുകന്യ ഇങ്ങനെ പറയുമ്പം മാറി ചിന്തിക്കാനും പറ്റില്ല, കാരണം സുകന്യനെ ഒറ്റയ്ക്കാക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.